ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വളരെ പരുക്കൻ ജീവിതമാണ് നയിച്ചിരുന്നത് എന്ന് മുൻഭാഗങ്ങളിൽ നാം പറഞ്ഞു. അതിനിടയിൽ ഫാത്തിമ ബീവിക്ക് രോഗം വന്നു. മേലാസകലം വേദന, ശരീരം ക്ഷീണിച്ചുപോയി. പിതാവ് കൂടെ കൂടെ രോഗവിവരങ്ങൾ അന്വേഷിച്ചു വരും. എങ്ങനെയുണ്ട് മോളെ? ഒരിക്കൽ നബി തങ്ങൾ മകളോട് ചോദിച്ചു. ശരീരം സുഖപ്പെട്ടിട്ടില്ല, ശരീരത്തിൽ വേദനയുണ്ട്, അത് സാരമില്ലെന്ന് കരുതാം. വീട്ടിൽ ഭക്ഷ്യവസ്തുക്കൾ ഒന്നുമില്ല, അക്കാര്യമാണ് എന്നെ കൂടുതൽ വേദനിപ്പിക്കുന്നത്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹായുടെ വേദന നിറഞ്ഞ മറുപടി. അതിന് പിതാവിൽ നിന്നുണ്ടായ പ്രതികരണം ഇപ്രകാരമായിരുന്നു: എന്റെ പൊന്നുമോളെ, എന്റെ മോൾ ലോകത്തിലെ സ്ത്രീകളുടെ നേതാവാണ്. നിന്റെ ജീവിതം എല്ലാവർക്കും മാതൃകയായിരിക്കണം. ഇത്തരം പരീക്ഷണ ഘട്ടങ്ങളിൽ ക്ഷമിക്കണം, എല്ലാം സഹിക്കുക, ഭർത്താവിനെ അനുസരിക്കുക. നിന്റെ ഭർത്താവിന്റെ കയ്യിൽ ധനം കുറവാണ്, എന്നാൽ ദീനീ കാര്യങ്ങളിൽ അദ്ദേഹം ഉന്നതനാണ്. ഉത്തമനായ ഭർത്താവിനെയാണ് നിനക്ക് ലഭിച്ചത്. പിതാവിന്റെ വാക്കുകൾ മകളെ കോരിത്തെരിപ്പിച്ചു. ഇല്ലായ്മയുടെ കഥകൾ ഇനിയൊരാളോടും പറയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനെ ഇങ്ങനെ ഉപദേശിച്ചു: അലി, ഫാത്തിമയെ വിഷമിപ്പിക്കരുത്, അവളോട് സ്നേഹപൂർവ്വം പെരുമാറണം, പോരായ്മകൾ കണ്ടാൽ ക്ഷമിക്കണം. അലി റളിയല്ലാഹു അൻഹു ആ ഉപദേശങ്ങൾ പാലിച്ചു വന്നു. ചിലപ്പോൾ ചില്ലറ സൗന്ദര്യപ്പിണക്കങ്ങൾ ഉണ്ടാകും, അല്പം കഴിയുമ്പോൾ അത് മാറുകയും ചെയ്യും. ഒരു ദിവസം അലി റളിയല്ലാഹു അൻഹു ഭാര്യയോട് അല്പം പരുഷമായി പെരുമാറി. ഫാത്തിമ റളിയല്ലാഹു അൻഹാക്ക് സഹിക്കാനായില്ല. പിതാവിന്റെ അടുത്തേക്ക് പുറപ്പെട്ടു. ഭാര്യ പുറപ്പെട്ടപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിന് വിഷമമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തന്നെ പറ്റി പരാതി പറയുമല്ലോ, അതോർത്തപ്പോൾ വിഷമം. വേണ്ടിയിരുന്നില്ല, താൻ ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല, കൂടെ ചെല്ലാം, എങ്ങനെയെങ്കിലും ഭാര്യയെ സമാധാനിപ്പിച്ചു കൂട്ടിക്കൊണ്ടുവരണം. അലി റളിയല്ലാഹു അൻഹു നടന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലെത്തി. അപ്പോൾ അകത്തു നിന്ന് സംസാരം, ഉപ്പയും മകളും കൂടി സംഭാഷണം. അലി റളിയല്ലാഹു അൻഹു അവരുടെ മുമ്പിലേക്ക് കടന്നു ചെന്നില്ല, അവിടെ തന്നെ നിന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകൾ കേട്ടു: ഫാത്തിമ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഇതൊക്കെ സാധാരണ സംഭവങ്ങളാണ്. ഭർത്താവിന്റെ സംസാരവും പെരുമാറ്റങ്ങളും ഒക്കെ ഭാര്യയുടെ ഇഷ്ടം നോക്കിയാകണമെന്നില്ല. നീ പിണങ്ങിപ്പോകരുത്. ആ വാക്കുകൾ കേട്ടപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിന് കടുത്ത ദുഃഖം. അലി റളിയല്ലാഹു അൻഹു കടന്നു ചെന്ന് എന്നിട്ട് ഭാര്യയോട് പറഞ്ഞു: ഫാത്തിമ, ഞാനിനി നിന്നോട് ദേഷ്യപ്പെടുകയില്ല. പിണക്കം മറന്നു ഇണക്കമായി സന്തോഷത്തോടെ മടങ്ങിപ്പോന്നു. അലി റളിയല്ലാഹു അൻഹു മികച്ച കവിയാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹു മികച്ച കവിയത്രിയുമാണ്. ചിലപ്പോൾ സംസാരം കവിതയിലായി മാറും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശിക്ഷണത്തിൽ വളർന്ന കുട്ടിയാണ് ഫാത്തിമ ബീവി. സംസാരത്തിൽ പോലെ നബി തങ്ങളുടെ പകർപ്പ്. അലി ഫാത്തിമ ദമ്പതികൾക്ക് സന്താനങ്ങൾ 5 എണ്ണമാണ്. ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു, മുഹസിൻ റളിയല്ലാഹു അൻഹു, സൈനബ് റളിയല്ലാഹു അൻഹ, ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ. മുഹസിൻ റളിയല്ലാഹു അൻഹു ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു. മാതാപിതാക്കളെ ഏറെ ദുഃഖിപ്പിച്ച സംഭവമായിരുന്നു ആ മരണം. അലി റളിയല്ലാഹു അൻഹു ഒരു ദിവസം വീട്ടിലേക്ക് ചെന്നപ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹു തകൃതിയായി വീട്ടുജോലികൾ ചെയ്തു തീർക്കുകയാണ്. മക്കളായ ഹസൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹുമയെ കുളിപ്പിക്കുകയാണ്. തലതോർത്തി കൊടുക്കുന്നു, വസ്ത്രം ധരിപ്പിക്കുന്നു. ഇതിനിടയിൽ തന്നെ കുബ്ബൂസും ഉണ്ടാക്കുന്നുണ്ട്. ചെറിയ മക്കളുള്ള എല്ലാ ഉമ്മമാരുടെയും അവസ്ഥ ഇത് തന്നെയാണല്ലോ. പക്ഷേ അലി റളിയല്ലാഹു അൻഹുവിനെ കണ്ടുവെങ്കിലും കണ്ട ഭാവം നടിച്ചില്ല. അല്ലെങ്കിൽ ഒന്ന് കാണുമ്പോഴേക്ക് സ്നേഹം കൊണ്ട് പൊതിയുന്നയാളാണ്. ഇന്നെന്തു പറ്റിയാവോ? ഇങ്ങനെയൊക്കെ ചിന്തിച്ച് അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു: ഫാത്തിമ, എന്നെ കണ്ടിട്ടും ഇതുവരെ മിണ്ടാതിരുന്നതെന്തേ? ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ. കേട്ടയുടനെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഇങ്ങനെ പറഞ്ഞു: ഞാനൊരു വിരുന്നു പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. മക്കളെയും നിങ്ങളെയും തൽക്കാലം കൂട്ടാൻ പറ്റില്ല. പോകുന്നതൊക്കെ കൊള്ളാം, എപ്പോഴാ മടക്കം? ദേഷ്യം പിടിക്കാതെ തന്നെ അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിയോട് ചോദിച്ചു: നമ്മളെങ്ങാനുമായിരുന്നുവെങ്കിൽ അടിയും ചീത്തയുമൊക്കെയായിട്ട് രംഗം വഷളാക്കി എന്നെ. പണ്ഡിതന്മാർ ആവർത്തിച്ച് പറഞ്ഞതും ഇതുകൊണ്ടാണ്, ഈ ദാമ്പത്യത്തിൽ നമുക്ക് മാതൃകയുണ്ടെന്ന്. ഖിയാമത്ത് നാളാവുന്നതുവരെ ഞാൻ മടങ്ങി വരില്ല. ഇടിവെട്ടേറ്റതുപോലെയുള്ള മറുപടി. അലി റളിയല്ലാഹു അൻഹു സ്തംഭിച്ചു നിൽക്കുകയാണ്. എന്താ ഫാത്തിമ ഈ പറയുന്നേ? നിന്നോടാരാ ഇതൊക്കെ പറഞ്ഞത്? കണ്ണി നിറഞ്ഞുകൊണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹു പറയുന്നു: ഞാൻ എന്റെ ഉപ്പാന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കണ്ടു. ഒരുപാട് കാലമായില്ലേ, കാണാൻ പൂതി വരുത്തെന്നും ഞാൻ നിന്നെ കാത്തിരിക്കുകയാണെന്നും. ഇത് കേട്ടതോടെ അലി റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു. ഫാത്തിമ ബീവിയും പൊട്ടിക്കരയുകയാണ്. ജീവനേക്കാൾ പ്രണയിച്ച പ്രിയതമ എന്നെ വിട്ടുപോവുകയാണ്. എന്തു പറയണമെന്നറിയാതെ വിറങ്ങലിച്ച് നിൽക്കുകയാണ് അലി റളിയല്ലാഹു അൻഹു.
വിതുമ്പിക്കൊണ്ട് സ്വയം വേവലാതിപ്പെടുകയാണ് അലി റളിയല്ലാഹു അൻഹു. എല്ലാവരും പിരിയേണ്ടവരാണ്. നീ പോയാൽ പിന്നെ ഞാനില്ലാത്തതുപോലെയാണ്. നീയില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും? തനിക്ക് മക്കളെ സമ്മാനിച്ച കൊടും ദാരിദ്ര്യത്തിലും പരിഭവങ്ങൾ പറയാതെ കൂടെ നിന്നവൾ, അതിനേക്കാളുപരി ഏറ്റവും കൂടുതൽ ഞങ്ങളെല്ലാം സ്നേഹിക്കുന്ന പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകൾ അലി റളിയല്ലാഹു അൻഹു ദുഃഖത്തിന്റെ കൊടുമുടി കയറുകയാണ്. ഫാത്തിമ ബീവി മക്കളെ വിളിച്ച് രണ്ടുപേരെയും മടിയിലിരുത്തി ഇതൊന്നും അറിയാതെ നിഷ്കളങ്കമായി ചിരിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുടെ മുഖത്ത് നോക്കിയപ്പോഴേക്കും ഫാത്തിമ റളിയല്ലാഹു അൻഹ പൊട്ടിക്കരഞ്ഞു. ഞാൻ പോയാൽ പിന്നെ ആരാണ് എന്റെ മക്കളെ കുളിപ്പിക്കുക, ഉടുപ്പിച്ചു തരിക എന്നും പറഞ്ഞ് തുരുതുരാ ചുംബിച്ച് കരയുകയാണ് ഫാത്തിമ ബീവി. വീടാകെ മൂകത, ദുഃഖം തളം കെട്ടി നിൽക്കുകയാണ്. ഇതൊക്കെ കേട്ട് നെഞ്ചുപൊട്ടി വേദനിക്കുകയാണ് ഭർത്താവായ വീരപ്പുലി അലി റളിയല്ലാഹു അൻഹു. മരണം വരുമെന്നറിയാം, പക്ഷേ ഇത്രമേൽ പ്രിയപ്പെട്ടവരുടെ വിയോഗം താങ്ങാൻ കഴിയില്ല. കവിൽ നനഞ്ഞുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫാത്തിമ, നീ പോവുകയാണല്ലേ? നാളെ നിന്റെ ഉപ്പയെ കണ്ടുമുട്ടുമ്പോൾ എനിക്കും തങ്ങളെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് വരാൻ ആഗ്രഹമുണ്ടെന്നും തങ്ങൾ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും എന്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കരുതെന്നും പറയണം. പിന്നെ നിന്റെ മഹത്വം പൂർണ്ണമായി മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല. എന്നെ പറ്റി പരാതി പറഞ്ഞേക്കരുത്. ഞാനൊരു പാവമാണ്, എല്ലാം പൊരുത്തപ്പെടണം. നാളെ മഹ്ശറയിട്ട് തരണേ. പിന്നെ എന്റെ പുന്നാര മക്കളായ ഹസൻ ഹുസൈനെ ഒരിക്കലും തല്ലരുതേ. അന്ത്യനാളിൽ ഒരാൾ വിളിച്ചു പറയുമത്രേ, ഓ സമൂഹമേ, ഫാത്തിമ ബീവി സിറാത്ത് കടക്കുന്നത് വരെ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കണം. ജീവിതകാലത്ത് അവർ അത്രയും സൂക്ഷിച്ചവരാണ്. ഓർമ്മകളും വിരഹവും പറഞ്ഞ് കണ്ണീർ വാർക്കുകയാണ് രണ്ടുപേരും. പെട്ടെന്ന് ഫാത്തിമ ബീവി തന്റെ പരിചാരികയോട്, ഇനിയാരെയും റൂമിലേക്ക് കടത്തിവിടരുത്, ഞാൻ ദിക്ർ സ്വലാത്ത് ചൊല്ലിക്കിടക്കുകയാണെന്നും പറഞ്ഞ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപയോഗിച്ച സുഗന്ധവും പുരട്ടി ഒരു തുണി കൊണ്ട് മുഖവും മറച്ച് കണ്ണടച്ച് കിടക്കുകയാണ്. സമയമായി. ഫാത്തിമ ബീവി ഈ ലോകം വെടിയുന്നു. അള്ളാഹു റൂഹ് പിടിക്കാൻ കൽപ്പിച്ചു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൗന്ദര്യവും നടപ്പും ശൈലിയും ഒത്തിണങ്ങിയ പുന്നാരമകൾ യാത്രയാവുന്നതറിഞ്ഞ് ആകാശം കരഞ്ഞു, ഭൂമി പിടച്ചു, സർവ്വജീവജാലങ്ങളും വിതുമ്പുന്നു. പെട്ടെന്ന് മദ്രസയിൽ പോയിരുന്ന ഹസനും ഹുസൈനും തിരികെ വരികയാണ്. ഉമ്മി, ദുഹാ നിസ്കരിക്കാൻ സമയമായി, എഴുന്നേൽക്കുമ്മ. പൊന്നുമ്മ ഈ ലോകത്തു നിന്നും വിട പറഞ്ഞതറിയാതെ പിന്നെയും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ നിഷ്കളങ്ക ബാല്യങ്ങൾ. ഉമ്മയുടെ മുഖമക്കനെ നീക്കി നോക്കിയപ്പോൾ അന്തരീക്ഷമാകെ പ്രഭാമയം. വേദനയോടെ അവർ മനസ്സിലാക്കി, ഇല്ല, ഇനി ഉമ്മ തിരിച്ചു വരില്ലെന്ന്. രണ്ടുപേരും വാവിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അയൽവാസികളും നാടാകെ വഫാത്ത് താങ്ങാൻ കഴിയാതെ വിതുമ്പുകയാണ്. വിവരമറിഞ്ഞ് അലി റളിയല്ലാഹു അൻഹു പള്ളിയിൽ നിന്നെത്തി. പ്രിയതമയുടെ മുഖത്ത് നോക്കി കരയുമ്പോൾ പണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതോർക്കുന്നുണ്ട്, അലി, ഫാത്തിമ സ്വർഗത്തിലും നിന്റെ ഭാര്യയായിരിക്കും. അലി റളിയല്ലാഹു അൻഹു തന്നെ മയ്യത്ത് പരിപാലനം നടത്തി. ജീവിതകാലത്ത് അന്യ പുരുഷന്മാർ ആരും ഫാത്തിമ ബീവിയുടെ ഔറത്ത് കണ്ടിട്ടില്ല. മരണസമയത്തും അങ്ങനെ തന്നെയാണ്. 11 റമദാൻ മാസത്തിലാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹായുടെ വഫാത്ത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം നബി കുടുംബത്തിൽ നിന്ന് മരണപ്പെടുന്ന ആദ്യത്തെയാൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ ആയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുത്രന്മാർ വളരെ ചെറുപ്പത്തിൽ മരണപ്പെട്ടു. പുത്രിമാർ യൗവനദശയിലും മരണപ്പെട്ടു. അല്ലാഹു ഫാത്തിമ ഉമ്മയുടെ ബർക്കത്ത് കൊണ്ട് നമ്മെ നന്നാക്കട്ടെ. കൂട്ടുകാരെ, മരണസമയത്ത് നമ്മുടെ രക്ഷയ്ക്കു വേണ്ടി മാത്രം വാശി പിടിച്ച, ജീവിതം മുഴുവനും അന്യരെ കാണാതെ സൂക്ഷ്മത പുലർത്തിയ, ഭർത്താവിന്റെ ഇല്ലായ്മകളിൽ വല്ലായ്മ പറയാതെ കൂടെ നിന്ന പൊന്നുമ്മ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ നമുക്ക് മാതൃകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹായുടെ ബർക്കത്ത് കൊണ്ട് നമ്മെ എല്ലാവരെയും നന്നാക്കി തരുമാറാകട്ടെ. ഫാത്തിമ ബീവിയെ സ്വർഗ്ഗത്തിൽ കണ്ടുമുട്ടാൻ റബ്ബ് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.